ഹലോ ഫ്രണ്ട്സ്, ഈ നടിയെ അറിയുമോ? പലപ്പോഴും വളരെ ബോൾഡായിട്ടുള്ള റോളുകളാണ് ഇവർക്ക് പല സിനിമകളിലും ലഭിക്കാറുള്ളത്. ഈയിടെ ഇറങ്ങിയിട്ടുള്ള ഡാസ് റെയിലടക്കം നമ്മളത് കണ്ടു. പൊതുവെ മലയാളികളായിട്ടുള്ള നടിമാർ ചെയ്യാൻ മടിക്കുന്ന റോളുകളാണ് ഇവർ പല സിനിമകളിലും ചെയ്ത് കണ്ടിട്ടുള്ളത്. ഏതാണ്ട് ലുക്കും അവർ കിട്ടുന്ന കഥാപാത്രങ്ങളും ആ രീതിയിൽ തന്നെയായിരുന്നു. അങ്ങനെ നെറ്റിൽ ഞാൻ അതുല്യ ചന്ദ്ര എന്ന അവരുടെ പേര് ഗൂഗിൾ ചെയ്തപ്പോഴായിരുന്നു ഇവരുടെ ജനന സ്ഥലം മുംബൈ എന്ന് കാണുന്നത്. പിന്നെ ഉറപ്പിച്ചു ഇവരൊരു നോർത്ത് ഇന്ത്യക്കാരി തന്നെയായിരിക്കും. പക്ഷേ യൂട്യൂബിൽ ഈയിടെ ഞാൻ ഇവരുടെ ഇന്റർവ്യൂ കണ്ടപ്പോഴാണ് ഇവർ എന്നേക്കാൾ നന്നായിട്ട് മലയാളം സംസാരിക്കുന്നതായിട്ട് ഞാൻ കാണുമ്പം ഞാൻ ഈ ആംഗിളിൽ നിന്ന് ഇത്രേ കാണുന്നുള്ളൂ, ഫേസ് കവറായി, ഇതൊക്കെയാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോഴത്തേക്ക് സീൻ കഴിഞ്ഞു. അപ്പൊ എനിക്ക് അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഗീതു മോഹൻദാസിന്റെ ടോക്സിക് എന്ന സിനിമയുടെ ടീസറിനെ പറ്റിയിട്ട് ഇവർ പറഞ്ഞിട്ടുള്ളൊരു അഭിപ്രായം നോക്കുന്ന സമയത്ത് അത് ഒരുപക്ഷെ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണോ എന്നുള്ള ഒരു സംശയം. അവർ പറഞ്ഞിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് അവസരത്തിനൊത്ത് അണിയാനുള്ളതല്ല എന്നുള്ളത്. വളരെ നല്ലൊരു അഭിപ്രായമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ എനിക്ക് ഇവരെ പറ്റി കൂടുതലായിട്ട് അറിയാൻ വേണ്ടി താല്പര്യം തോന്നി. ഇവരൊരു മലയാളിയാണ് എന്നുള്ളത് അങ്ങനെ എനിക്ക് മനസ്സിലാക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവർ കോട്ടയം ചങ്ങനാശ്ശേരിക്കാരിയാണ്. നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇവർ മുംബൈയിലാണ് ജനിച്ചു വളർന്നതൊക്കെ കാണുന്നത്. എന്താണെന്ന് അറിയില്ല, ഒരു പക്ഷേ മുംബൈയിലായിരിക്കാം അവർ ജനിച്ചു വളർന്നിട്ടുള്ളത്. വിദ്യാഭ്യാസം ഇവരുടെ വളരെ ഉയർന്ന രീതിയിലുള്ള വിദ്യാഭ്യാസമൊക്കെ ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇവർ സ്കൂൾ ഒക്കെ പഠിച്ചിട്ടുള്ളത് സെൻറ്റ് മേരീസ് കോൺവെൻറ്റ് കോളേജിലാണ്. പിന്നീട് കുരുക്ഷേത്ര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA LLB ഒക്കെ പാസ്സായിട്ട് അഡ്വക്കേറ്റ് ആയിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ വളരെ ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള പ്രൊഫഷനിലുള്ള വ്യക്തിയാണ്. പിന്നീട് ഒരു 2019 കേരള ടൂറിസത്തിൻ്റെ പരസ്യത്തിൽ ആദ്യമായിട്ടൊരു മോഡലായിട്ട് വരുന്നു. പിന്നീട് മേക്ക് മൈ ട്രിപ്പ്, തനിഷ്ക് തുടങ്ങിയിട്ടുള്ള നല്ല പല ബ്രാൻഡുകൾക്കും ഇവർ മോഡലായിട്ട് വന്നു. അങ്ങനെ 2019 ഇവർ മലയാളത്തിലല്ല തെലുങ്കിലാണ് മാത്തു വടലാര എന്ന തെലുങ്ക് സിനിമയിൽ അതിൽ കൂടി ഇവർ സിനിമാ അഭിനയ രംഗത്ത് വന്നു. പിന്നീട് മലയാളത്തിൽ ഗാനഗന്ധർവൻ എന്ന് പറയുന്ന മമ്മൂട്ടി പിഷാരടി കൂട്ടുകെട്ടിൽ ഇറങ്ങിയിട്ടുള്ള സിനിമയിൽ സാൻഡ്ര സാംസൺ എന്ന നെഗറ്റീവ് കഥാപാത്രം ഇവരുടേത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് 2021 ട്രിപ്പ് എന്ന തമിഴ് ചിത്രത്തിലും ഇവർ അഭിനയിച്ചു. ആ ചിത്രമൊന്നും അത്ര വലിയ വിജയിച്ചില്ല. പിന്നെ 2022 ഗുളു ഗുളു എന്ന് പറയുന്ന ഒരു തമിഴ് സിനിമയിൽ അഭിനയിച്ചു. അതേ വർഷം തന്നെ ഇന്നലെ വരെ എന്ന് പറയുന്ന ആസിഫ് അലിയൊക്കെ അഭിനയിച്ചിട്ടുള്ള മലയാള സിനിമയിലും ഇവർ അഭിനയിച്ചിട്ടുണ്ട്. 2023 മാറുവ തരമ എന്ന് പറയുന്ന തെലുങ്ക് സിനിമയിൽ അഭിനയിച്ചു. അങ്ങനെ ഇതിനിടയ്ക്ക് ഇവർ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. പിന്നീടാണ് ഈയിടെ ഇറങ്ങിയിട്ട് 2025 വലിയൊരു ഹിറ്റായി മാറിയിട്ടുള്ള പ്രണവ് മോഹൻലാലിന്റെ ഡാസ് റെയിലെ ഇവരുടെ ക്യാരക്ടർ ശ്രദ്ധിക്കുന്നത്. ഇതിനിടയിൽ ഇവർ ബേബി എന്ന് പറയുന്ന ബേബി എന്ന് പറയുന്ന ഒരു മലയാള സിനിമയിലൊക്കെ ഇവർ അഭിനയിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഇവരുടെ ഇറങ്ങാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത് നെസ്ലനും അതേപോലെ തന്നെ ആസിഫ് അലിയൊക്കെയുള്ള ടിക്കി ടാക്ക എന്ന് പറയുന്ന സിനിമയാണ്. എന്തൊക്കെയായാലും നല്ല ഒരു ആക്ട്രസ് തന്നെയാണ് ഇവർ ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ഒരു പ്രധാനമായിട്ടൊരു നോർത്ത് ഇന്ത്യൻ ആക്ട്രസ് എന്നായിരുന്നു. അവർ തന്നെ ആ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ആ ഒരു കാര്യം. ഇപ്പൊ മലയാളി ലുക്കില്ലാത്തതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ ചില ഫിലിംസിലൊക്കെ ഈ ലുക്ക് അല്ലാത്തതുകൊണ്ട് അവർ വിളിക്കില്ല. ടിക്കറ്റാക്കിയല്ലേ ഞാൻ പറയുന്നുണ്ട് ആ ഒരു കാര്യം. പലപ്പോഴും ആളുകൾ അവരൊരു നോർത്ത് ഇന്ത്യൻ ആണ് എന്നുള്ളത് പക്ഷേ അവരുടെ തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ലുക്ക് കൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇവരെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യുക. ബൈ.